നമസ്കാരം. യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതേപോലെ മുടങ്ങാതെ യോഗ പരിശീലിക്കാൻ തീരുമാനിച്ചവരും ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യേണ്ട ചില അടിസ്ഥാനം എന്ന് പറയാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി മാറ്റോ ബ്ലാങ്കറ്റോ എന്തെങ്കിലും വിരിച്ച് അല്പസമയം ശവാസനത്തിൽ വിശ്രമിക്കുക. വലത് കൈ വയറിന് മുകളിലും ഇടത് കൈ ചെസ്റ്റിന് മുകളിലും വയ്ക്കുക. ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർപ്പിക്കുകയും ശ്വാസം വിടുമ്പോൾ വയറ് ചുരുക്കുകയും ചെയ്യുക. ഇനി രണ്ട് കാലുകളും മടക്കി അല്പം അകത്തി വെച്ച ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വലത്തേക്ക് താഴ്ത്തുക. ശ്വാസം വിട്ടുകൊണ്ട് തിരികെ വരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തേക്ക് താഴ്ത്തുക. ശ്വാസം വിട്ടുകൊണ്ട് തിരികെ വരിക. ഇൻഹേൽ, എക്സ്ഹേൽ. ഇത് ചെയ്യുമ്പോൾ ബോഡി പരമാവധി സ്ട്രെയിറ്റ് ആയി തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. കാലുകൾ വളരെ സ്മൂത്തായി വേണം മൂവ് ചെയ്യാൻ. Inhale, exhale. ഇനി കൈകളും കാലുകളും എല്ലാം സ്ട്രെയിറ്റ് ആക്കി വെച്ച ശേഷം വലത് കാൽ മടക്കി ഇടത് തുടയുടെ അടുത്ത് വെച്ച് ഇടത് കൈ കൊണ്ട് കാല് പരമാവധി താഴ്ത്തുക. ഈ സമയം വലത് കൈ ഷോൾഡറിന് നേരെ നീട്ടി മുഖം വലത്തേക്ക് തിരിക്കുക. ഈ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. സാവധാനം പഴയ പൊസിഷനിലേക്ക് വന്ന ശേഷം ഇടതുകാൽ മടക്കി വലത് തുടയുടെ അടുത്ത് വെച്ച് വലത് കൈ കൊണ്ട് കാല് പരമാവധി താഴ്ത്തുക. ഈ സമയം ഇടത് കൈ നീട്ടി മുഖം ഇടത്തേക്ക് തിരിക്കുക. ഡീപ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. വീണ്ടും പൂർവ്വസ്ഥിതിയിൽ വന്ന് ആവശ്യമെന്ന് തോന്നിയാൽ അല്പസമയം ശവാസനത്തിൽ വിശ്രമിക്കാവുന്നതാണ്. കാലുകൾ വീണ്ടും അടുപ്പിച്ച് കൈ ശരീരത്തിനോട് ചേർത്ത് കമഴ്ത്തി വെച്ച് ഇടതുകാൽ മടക്കി ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ മടങ്ങാതെ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തുക. ഇൻഹേൽ, എക്സ്ഹേൽ. ഇങ്ങനെ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇനി കാല് നേരെ വെച്ച ശേഷം വലതുകാൽ മടക്കി ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തുക. ഉയർത്തുകയും താഴ്ത്തുകയും
ചെയ്യുന്ന കാല് മടങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 തവണ ഈ എക്സസൈസും റിപ്പീറ്റ് ചെയ്യുക. ഇൻഹെയിൽ, എക്സ്ഹെയിൽ. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇനി വലതുകാൽ സ്ട്രെയിറ്റായി ഉയർത്തിയ ശേഷം തലയും മുതുകും അല്പമൊന്ന് ഉയർത്തി കൈകൾ കൊണ്ട് ഇതുപോലെ പിടിച്ച് സാവധാനം ചെസ്റ്റിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. ഇനി കാലുമടക്കി ശരീരത്തിനോട് ചേർത്ത് പിടിച്ച് തല സാവധാനം താഴ്ത്തുക. ശ്വാസമെടുക്കുമ്പോൾ കാലിനെ ശരീരത്തിനോട് ചേർത്ത് പിടിക്കുകയും ശ്വാസം വിടുമ്പോൾ പതുക്കെ റിലീസ് ചെയ്യുകയും ചെയ്യുക. ഇനി കാല് താഴ്ത്തി 2 കാലുകളുടെയും വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. ശേഷം ഇടതുകാൽ ഉയർത്തി ഇതുപോലെ ചെസ്റ്റിലേക്ക് അടുപ്പിക്കുക. അമിതമായി ബലം പ്രയോഗിക്കരുത്. ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ. കാല് താഴ്ത്തി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും ഒരുപോലെ 90 ഡിഗ്രിയോളം ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തുക. കാലുകൾ ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനും ഷോൾഡറോ കൈകളോ ഒരു സപ്പോർട്ടായി ഉപയോഗിക്കരുത്. പകരം അബ്ഡോമിനൽ മസിൽസ് വേണം ഉപയോഗിക്കാൻ. മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഞ്ച് തവണ ഈ എക്സസൈസും ചെയ്ത ശേഷം അല്പസമയം ശവാസനത്തിൽ വിശ്രമിക്കുക. ഇപ്പോഴത്തെ ബ്രീത്തിങ്ങിന്റെ ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം റിലാക്സ് ആയതിനു ശേഷം സാവധാനം എഴുന്നേൽക്കുക.